ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് BYDയുടെ ഷോറൂമിൽ നിൽക്കുക. BYDയുടെ സീലിയൻ 7 എന്ന് പറയുന്നൊരു വേരിയൻ്റ്. ഈ വണ്ടി നമ്മളിന്ന് ഇതിൻ്റെ റിവ്യൂ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് റിവ്യൂ നോക്കാം. എന്തൊക്കെ ഫീച്ചേഴ്സ് വണ്ടിയിൽ വരുന്നുണ്ട്, എങ്ങനെയുണ്ട് ഈ വണ്ടി. അപ്പം ഈ വണ്ടിയുടെ വിശേഷങ്ങളിലോട്ട് നമുക്ക് കിടക്കാം. ലോക്ക് അൺലോക്ക്, പിന്നെ ട്രങ്ക് ഓപ്പൺ അല്ലേ, ട്രങ്കാണ് ബൂട്ട് സ്റ്റാർട്ട്. എല്ലാം ജെന്യുവൻ ലെതറാണ്. എല്ലാം ജെന്യുവൻ ലെതറാണ്. ജസ്റ്റ് വെഹിക്കിൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട് അവിടെ. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസിൽ തന്നെ നമുക്ക് ഹൈ ഡെഫിനിഷൻ ക്യാമറാസ് ഓപ്പൺ ചെയ്യാം. വീലിനനുസരിച്ച് വീൽ റൊട്ടേഷനനുസരിച്ച് ക്യാമറ. പിന്നെ വെന്റിലേഷന് ഡ്യുവൽ ക്ലൈമറ്റ് കൺട്രോൾ അല്ലേ, ക്ലൈമറ്റ് കൺട്രോൾ, സ്ക്രീൻ റൊട്ടേഷൻ അവൈലബിൾ ആംഗിൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് 360 ഡിഗ്രി വ്യൂ കാണാനായിട്ട് ഇതിപ്പോൾ വെഹിക്കിളിൻ്റെ ഹോളോഗ്രാഫിക് വ്യൂ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെഹിക്കിൾ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇവിടെ 3D ബാക്ക് ജസ്റ്റ് 3D ഒന്ന് ആക്കും. 2D ഒന്ന് പ്രസ് ചെയ്യാം. 3D ഇനി ജസ്റ്റ് വെഹിക്കിളിൽ ഒന്ന് ഇവിടെ ഇപ്പോൾ ഹോളോഗ്രാഫിക് വ്യൂ ആയി വെഹിക്കിളിൻ്റെ അണ്ടർ ബോഡി ഡിസൈൻ ഉൾപ്പെടെ വരും. ജസ്റ്റ് സ്ക്രീനിലൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ സ്ക്രീനിൽ ജസ്റ്റ് ഫിംഗർ കൊണ്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ 360 ഡിഗ്രി കാണാൻ പറ്റും. വണ്ടിയുടെ 360 ഡിഗ്രിയിൽ വരും. ഇത് മിനിമൈസ് സ്ക്രീൻ. ഇവിടെ പിന്നെ ഫങ്ഷൻസ് വരുന്നത് ഒരു വെഹിക്കിളിൻ്റെ എൻ്റെ കൺട്രോൾ ഇവിടുന്ന് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഇവിടുന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഫുൾ വെഹിക്കിൾ വരും. നമ്മളിപ്പോൾ ഡോർസ് തുറന്ന് നടക്കുന്നതുകൊണ്ടാണ് ഡോറ് ഓപ്പണായി നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് വിൻഡോസ് ജസ്റ്റ് ഒന്ന് വെന്റിലേറ്റ് മാത്രം ചെയ്യണം. ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ മാത്രം ഓപ്പണായി വരും. ചൈൽഡ് ലോക്കിൻ്റെ കൺട്രോൾസ്, സീറ്റ് വെന്റിലേഷൻ, സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. മെമ്മറി ഫംഗ്ഷൻ വരുന്നുണ്ട്. ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ കൺട്രോൾസ് എല്ലാം ഇവിടുന്ന് തന്നെയാണ്. അത് റിതമിക്കാണ്. മ്യൂസിക് ആംബിയൻസ് ലൈറ്റ് ചേഞ്ച് ചെയ്യാം. ബീറ്റ്സ് ഉണ്ടാവും. പിന്നെ വെഹിക്കിളിൻ്റെ കൺട്രോൾസ് ആണ്. ഓഡിയോ സിസ്റ്റം ഡൈനോഡിയോയുടെ ഓഡിയോ സിസ്റ്റമാണ്. നമുക്ക് ഏത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഡൈനാമിക് റേഞ്ചിലിടാം. പിന്നെ വരുന്നത് അഡാസിൻ്റെ ഫങ്ഷൻസ് ആണ്. ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഓരോ അഡാസിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ടോഗിൾ ചെയ്യാം. ലൈൻ കീപ്പർ, ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ താഴെ തന്നെ ഡോർ ഓപ്പണിംഗ് വാണിംഗ് വരുന്നുണ്ട്. സ്റ്റെബിലിറ്റി കൺട്രോൾ. ഇത് ലൈൻ ഡിപ്പാച്ചറാണ്. ലൈനിൽ നിന്ന് മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസാണ്. ഓഫ് ചെയ്തിടാനുള്ള ഫങ്ഷനും ഉണ്ട്. കൊളീഷൻ വാണിംഗ് ആണ്. ഇത് എമർജൻസി ബ്രേക്കിങ്ങിൻ്റെ ആണ്. റിയർ കൊളീഷൻ വാണിംഗ് ഉണ്ട്, റിയർ ബ്രേക്കിംഗ് ഉണ്ട്. പെഡസ്ട്രിയൻസ് ബാക്കിൽ നിന്ന് വരികയാണെങ്കിൽ ബ്രേക്ക് ചെയ്യും, വെഹിക്കിളാണെങ്കിലും ബ്രേക്ക് ചെയ്യും. ഇതെല്ലാം ഇൻഡിവിജ്വലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
പിന്നെ ട്രാഫിക് സൈൻ, സ്പീഡ് ലിമിറ്റ്, സൈഡിലുള്ള സൈൻ ബോർഡ്സ് എല്ലാം റീഡ് ചെയ്തിട്ടായിരിക്കും ക്രൂസ് കൺട്രോൾ വർക്ക് ചെയ്യുന്നത്. ഇതൊരു നല്ല ഫീച്ചർ അല്ലേ, യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ. പിന്നെ അതിനകത്ത് ബാറ്ററിയുടെ മാനേജ്മെൻറ്റ്, ഡിസ്ചാർജ് റേറ്റ് എന്തുമാത്രം കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ളതാണ്. പിന്നെ വെഹിക്കിൾ സ്റ്റിയറിംഗ് അസിസ്റ്റ് മോഡ്, ബ്രേക്ക് അസിസ്റ്റ്, അത് നമുക്ക് ചാസി കൺട്രോൾ ചെയ്യാം. സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിഫ്നെസ്, ബ്രേക്കിൻ്റെ ബൈറ്റ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ലൈറ്റ്സിൻ്റെ കൺട്രോൾസ് ആണ്, ഹെഡ് ലൈറ്റ്സിൻ്റെ കൺട്രോൾസ്, ആംബിയൻ ലൈറ്റിങ്, ഹെഡ്സപ്പ് ഡിസ്പ്ലേ അവിടെ കാണാം. ഡ്രൈവർ സീറ്റിൽ നിന്ന് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. ഇൻസ്ട്രുമെൻറ്റ് ഇതിൻ്റെ കൺട്രോൾസ് ആണ്. ഇവിടുന്ന് വേണമെങ്കിൽ നാവിഗേഷൻ സിസ്റ്റം ഫുൾ അപ്പുറത്തോട്ട് മാറ്റാനുള്ള പ്രൊവിഷനുണ്ട്. പിന്നെ AC-യുടെ കൺട്രോൾസ്, എക്കണോമിക്കലായിരിക്കണോ കംഫർട്ടബിൾ മോഡൽ വേണോ, സീറ്റ്സിൻ്റെ ഫങ്ഷൻസ്, ഇത് നമ്മൾ നേരത്തെ കണ്ട വെന്റിലേഷൻ, സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും മെമ്മറി ഫങ്ഷനും ഒക്കെയാണ്. പിന്നെ നോട്ടിഫിക്കേഷൻ ലോക്സ്, നമുക്കിപ്പോൾ റെയിൻ സെൻസിങ് ആണ് വിൻഡോസ് പോലും. വൈപ്പേഴ്സ് റെയിൻ സെൻസിങ് ആണ്, ബട്ട് ഈ പറഞ്ഞ വിൻഡോസ് പോലും ഇതാണ്. നമ്മൾ ആൻറ്റി പിഞ്ച് വരുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെ ഫങ്ഷൻസ് അവൈലബിൾ ആണെന്നുള്ളതാണ്. ജസ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഹോൾഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസ് റോൾ ഡൗൺ ആവും, റോൾ അപ്പ് ആവും, അങ്ങനത്തെ കുറേ ഫങ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഓട്ടോ ക്ലോസ്, വിൻഡോസ് ഇൻ റെയിൻ, ഇതെല്ലാം നമുക്ക് ഓരോ ഫങ്ഷൻസ് നമുക്ക് ടോഗിൾ ചെയ്യാവുന്നതാണ്. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വെഹിക്കിൾ ഓൺ ആവാനുള്ള പ്രൊവിഷൻ, ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ വെഹിക്കിൾ ഓഫ് ആകാനുള്ള പ്രൊവിഷൻ, ഇതെല്ലാം നമുക്ക് വരുന്നുണ്ട്. ദെൻ നോട്ടിഫിക്കേഷൻ, നമ്മളിപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട് ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഒന്ന് ഇടുകയാണെങ്കിൽ സൗണ്ട് വേറൊരു ടോൺ മാറ്റാണ്. അതിൻ്റെ അത് വരെ നമുക്ക് ചേഞ്ച് ചെയ്യാം. വേറെ സൗണ്ടായി. പിന്നെ ക്യാബിൻ പെർസ്പെക്ഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ DMS, ഡ്രൈവർ മോണിറ്ററിംഗ് സിസ്റ്റം. ഇത് ക്യാമറ ആണല്ലേ, ഇൻഫ്രാറെഡ് ആണ്. അതിനകത്ത് റെഡ് ഡോട്ട് കാണാം. അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. ഫെറ്റിഗ് വാണിംഗ് വേണോ, ഡിസ്ട്രാക്ഷൻ വാണിംഗ് വേണോ, നമ്മൾ കണ്ണ് മാറുന്നതിനനുസരിച്ച് വേണം, തല മാറുന്നതിനനുസരിച്ച് ഉള്ള എല്ലാ ഫങ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഓട്ടോ ഡിമ്മിങ് മിറേഴ്സ് ആണ്. ലൈറ്റ്സ് എല്ലാം ഫെദർ ടച്ച് ആണ്. ഡോസ് തുറന്നു നടക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. ബാക്കിലും എല്ലാം അങ്ങനെയാണ്. പിന്നെ സൺറൂഫ്, മൂൺ റൂഫാണ്. മൂൺ. സീറ്റ് എല്ലാം ഫുൾ ലെതർ അല്ലേ? എല്ലാം ഫുൾ ലെതറാണ്. പിന്നെ ഹാൻഡ് റെസ്റ്റ്, പിന്നെ ഇതിനകത്ത് തന്നെ പല ഫങ്ഷൻസ്. കപ്പോർഡേഴ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ കപ്പോർഡ്. എന്നിട്ട് ഇത് അത് തിരിച്ച് റിട്ടേൺ ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതിനകത്ത് തന്നെ ഒരു 750 ml കപ്പാസിറ്റി ഉണ്ട്. വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. ഇതാണ് ഞാൻ പറഞ്ഞ NFC കാർഡ്. ഇതാ NFC കാർഡ്. ഈ കാർഡ് നമ്മൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ അൺലോക്ക് ആവും, ഇൻ കേസ് ചാവി അകത്തായി പോയി കഴിഞ്ഞാൽ അല്ലേ? ഈ അകത്തായി കഴിഞ്ഞാൽ വെഹിക്കിൾ ലോക്ക് ആവില്ല. ഇത് വാളറ്റിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാലറ്റിൽ കീപ്പ് ചെയ്യാൻ. ഇൻ കേസ് കീ എടുക്കാണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് വെച്ച് നമുക്ക് കീ എടുക്കണ്ട. നമ്മളിപ്പോൾ കീ മറന്നു റൂമിലോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും മറന്നു, വാലറ്റാണ് കയ്യിലുള്ളതെങ്കിൽ ഇതിൽ നിന്ന് വാലറ്റിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഫോണിൻ്റെ ബാക്കിൽ വെച്ചിരുന്നാലും മതി. NFC ആയിട്ട് യൂസ് ചെയ്യാം. ഓട്ടോ ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട്. റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നുണ്ട്. HUD നമുക്ക് മാത്രമേ, ഡ്രൈവറിന് മാത്രമേ HUD കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇത് വോളിയം അഡ്ജസ്റ്റ് അല്ലേ? യൂട്യൂബ് വരുന്നുണ്ട്. ജസ്റ്റ് സാറിന് അതിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റി, സൗണ്ട് വരുന്നത് ഡൈൻ ഓഡിയോ അല്ലേ? ഡൈൻ ഓഡിയോ. യൂട്യൂബേഴ്സ് വരുന്നുണ്ട് അല്ലേ?
4K റെസൊല്യൂഷൻ. ഇത് AC-യുടെ ഇത് കൊളിഷൻ്റെ അല്ലേ? ഇത് ബ്ലൈൻഡ് സ്പോട്ടാണ്. ബ്ലൈൻഡ് സ്പോട്ട്, ഓട്ടോ ഹോൾഡ്, എമർജൻസി, ഹസാർഡ്, ബോർഡ് ആൻഡ് റോക്കേഴ്സ്. ഇത് റീജനറേഷൻ ആണ്, പാർക്ക് ബട്ടൺ ആണ്, മോഡ്സ് ചേഞ്ച് ചെയ്യുന്നതാണ്. ഓട്ടോ ഹോൾഡ്, ഇത് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ. ഓട്ടോ പ്ലേ. ഇവിടെ സ്റ്റോറേജ് ഇത് എയർ വെന്റിലേഷൻ ബാക്കിലും വരുന്നുണ്ടല്ലേ? ഇല്ല. നല്ല സ്പേസ് ഉണ്ടല്ലേ? നല്ല ഗ്യാപ്പ് വരുന്നുണ്ട്. നേരത്തെ ഇരുന്ന പൊസിഷനാണ്. ആ, എന്നിട്ടും ബാക്കിൽ നല്ല സ്പേസ് ഉണ്ട്. more than 500 liters capacity ഉള്ള boot space ആണ്. ഇതിൽ ടയർ പ്രഷർ, ടയർ ഇൻഫ്ലേറ്റർ ഉണ്ട്, ടൂൾ കിറ്റ്. ബാക്കിലും സ്പീക്കർ വരുന്നുണ്ട്. സറൗണ്ട് സിസ്റ്റം ആണ്. ഒരു സബ് വരുന്നുണ്ട്, 2 സ്പീക്കർ, 2 സറൗണ്ടും ഒരു സബ്. പിന്നെ ഓൾറെഡി നമുക്ക് റിമോട്ടിൽ തന്നെ ഇത് ബൂട്ട് ക്ലോസ് ചെയ്യാനുണ്ട്. ലോക്ക് ആണെങ്കിൽ ടെയിൽ ലൈറ്റ്സ് ഓൺ ആയി വരും. ഡൈനാമിക് ആണ്.